ഈ സ്റ്റിനോസിസ് വന്നിട്ട് അതിന് ട്രീറ്റ്മെന്റ് ഒന്നും എടുത്തില്ല, അല്ലെങ്കിൽ സർജിക്കലോ എന്തെങ്കിലും പ്രൊസീജിയർ ചെയ്തില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? മരണം സഡൻ്റെ. സ്മോക്കിംഗ് ഉള്ളവർ, ഡയബറ്റീസ്, കൊളസ്ട്രോൾ കൂടുതലുള്ളവർ, വണ്ണം കൂടുതലുള്ളവർ, BP പ്രഷർ കൂടുതലുള്ളവർ, ഇവരൊക്കെ ഇതിനുള്ള ചാൻസസ് കൂടും. ഒന്ന്, ആ വാൽവ് ചുരുങ്ങി പോവുക, അതിനെ നമ്മൾ സ്റ്റിനോസിസ് എന്ന് പറയുന്ന അത് ഒബ്സ്ട്രക്ഷൻ. മറ്റേത് ഇതിൽ ബാക്ക് ഫ്ലോ, ലീക്ക് വരും. ആ നോൺ സർജിക്കൽ ട്രീറ്റ്മെൻറ്റ് ട്രാൻസ് കത്തീറ്റർ അയോട്ടിക് വാൽവ് ഇംപ്ലാന്റേഷൻ അല്ലെങ്കിൽ റീപ്ലേസ്മെൻറ്റ്, ട്രാൻസ് കത്തീറ്റർ അയോട്ടിക് വാൽവ് റീപ്ലേസ്മെൻറ്റ് ഓർ ടാവർ, ഷോർട്ട് ഫോം TAVR. ടാവർ ഇന്നത്തെ കാലത്ത് നമ്മൾ പേഷ്യൻറ്റിനെ ഈവൻ അനസ്തീഷ്യ, ഒരു ജനറൽ അനസ്തീഷ്യ എന്നുള്ളൊരു പ്രോസസ്സേ ഇല്ല, കൊടുക്കണ്ട, മുറിക്കുന്നില്ല. നമ്മൾ ആൻജിയോപ്ലാസ്റ്റി ചെയ്യുന്ന അതേ രീതിയിൽ കാലത്തെ ബ്ലഡ് വെസലിൽ റെയർലി മറ്റുള്ള ബ്ലഡ് വെസൽസ് യൂസ് ചെയ്യും. ഇതിലൂടെ പോയിട്ട് നമ്മൾ വാൽവിനെ വെക്കുന്നു. പ്രൊസീജിയർ മാക്സിമം 1 hour അതിൽ തീരുന്നു. പേഷ്യൻ്റ് കോൺഷ്യസ് ആണ്, നമ്മൾ പറയുന്ന അവരനുസരിക്കുന്നു. ഇത് കഴിഞ്ഞാൽ ഓൾസോ പുറത്ത് സ്കാർസ് ഒന്നുമില്ല. 2-3 days മാക്സിമം ഹോസ്പിറ്റലൈസേഷൻ. നടന്ന് 2 ദിവസം കൊണ്ട് നെക്സ്റ്റ് ഡേ തന്നെ നടക്കാം. വേറെ അങ്ങനെയുള്ള റെസ്ട്രിക്ഷൻസ് എന്ന് പറയാൻ കാര്യമായിട്ടൊന്നുമില്ല.